57 വർഷങ്ങൾക്ക് മുൻപ് യോഹന്നാൻ തോമസ് എന്ന ധിഷണാശാലി താഴയിൽ ചിറ്റ് ഫണ്ട് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനമാണ് കാലക്രമേണ താഴയിൽ ഫിനാൻസ് എന്ന പേരിൽ വളർന്നു പന്തലിച്ചത്. സ്വർണ്ണ വായ്പാ പദ്ധതികളുമായി പത്തനംതിട്ട ജില്ലയിൽ സജീവമായ കമ്പനി ഇന്ന് അതിർത്തികൾ പിന്നിട്ടു. 2015 കേന്ദ്ര സർക്കാർ അംഗീകാരത്തോടെ താഴയിൽ നിധി ലിമിറ്റഡ് സ്ഥാപിതമായത്. കേരളത്തിലെ ആദ്യ ISO സർട്ടിഫൈഡ് നിധി കമ്പനിയാണ് താഴയിൽ. കോർ ബാങ്കിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആദ്യ നിധി കമ്പനി കൂടിയാണ് താഴയിൽ നിധി. കേരളത്തിൽ 67 ശാഖകളാണ് ഉള്ളത്. സ്വർണ്ണപ്പണയ വായ്പ കൂടാതെ ഉയർന്ന പലിശ വാഗ്ദാനം നൽകുന്ന സ്ഥിര നിക്ഷേപം, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, സേവിങ്സ് ഡെപ്പോസിറ്റ് എന്നിവയെല്ലാം ലഭ്യമാണ്. സാധാരണപ്പെട്ട ആൾക്കാർക്ക് അവരുടെ ജീവിത നിലവാരത്തിൽ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ലെൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ആ പ്രോഡക്റ്റുകളും അതനുസരിച്ചാണ് ഞങ്ങൾ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേഴ്സണൽ ലോണ്, ബിസിനസ് ലോണ്, വെഹിക്കിൾ ലോണ്, കൂടാതെ ഗോൾഡ് ലോണും ഇത് സ്മൂത്തായിട്ട് തന്നെ അതാത് ബ്രാഞ്ചുകൾ കൂടെ ഫംഗ്ഷൻ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കസ്റ്റമേഴ്സ് ഞങ്ങൾ തന്നിട്ടുള്ള അർപ്പിച്ചിട്ടുള്ള വിശ്വസ്തത ഞങ്ങൾ കാത്തുസൂക്ഷിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ആ കർത്തവ്യമാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ മുന്നോട്ട് ബലമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. 5 വർഷം മുൻപാണ് താഴയിൽ ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിക്ക് തുടക്കമായത്. സാങ്കേതിക വിദ്യകൾ മാത്രമല്ല, റിസർവ് ബാങ്ക് മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നു എന്നത് കൂടിയാണ് താഴയിൽ ഫിനാൻസിന്റെ മുന്നേറ്റത്തിനും വിശ്വാസ്യതയ്ക്കും കാരണം. എറണാകുളം കടവന്ത്രയിലാണ് രജിസ്റ്റേർഡ് ഓഫീസ്. കേരളത്തിൽ ആദ്യമായി വ്യക്തിഗത വായ്പകളും ബിസിനസ് വായ്പകളും ഓൺലൈനായി നൽകുന്ന നോൺ ബാങ്കിംഗ് കമ്പനി കൂടിയാണ് താഴയിൽ ഫിനാൻസ്. പ്രോസസ്സിംഗ് ചാർജ് ഈടാക്കാതെ നൽകി വരുന്ന വ്യക്തിഗത വായ്പകൾ, ബിസിനസ് വായ്പകൾ, 2 വീലർ വായ്പ, സ്വർണ്ണപ്പണയ വായ്പ എന്നിവയെല്ലാം ലഭിക്കും. പേഴ്സണൽ ലോണും ബിസിനസ് ലോണും ഫുള്ളി ഡിജിറ്റലായിട്ട്, അതായത് ഫുള്ളി ഡിജിറ്റലായിട്ടും ഫുള്ളി പേപ്പർലെസ് ആയിട്ടുമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചാണ് നമ്മൾ അത് ലെൻഡിങ് നമ്മൾ നടത്തുന്നത്. 2030 നമുക്ക് ഒരു ബാങ്കിങ് ലൈസൻസ് എടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റോടുകൂടി, ബാങ്കിങ് ലൈസൻസിന് അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റോടു കൂടിയാണ് കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നത്. നമ്മുടെ കേരളത്തിലും പല ഡിസ്ട്രിക്റ്റിലും നമ്മുടെ ബ്രാഞ്ചസ്, NBFCയുടെ ബ്രാഞ്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. കേരളത്തിന് പുറത്തും നമ്മുടെ എക്സ്പാൻഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും 2030 എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മുടെ പ്രവർത്തനം എത്തിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമുക്കിപ്പം നമ്മുടെ ഫ്രണ്ടിലുള്ളത്. 2030 രാജ്യമെങ്ങും ശാഖകളാണ് ലക്ഷ്യം. ബാങ്കിംഗ് ലൈസൻസിനും അപേക്ഷിക്കും. 400-ലധികം വരുന്ന ജീവനക്കാരുടെ അർപ്പണബോധവും സത്യസന്ധമായ പ്രവർത്തനവുമാണ് താഴയിൽ ഫിനാൻസിനെ 6 നൂറ്റാണ്ടിലധികമായി താങ്ങി നിർത്തുന്നതെന്ന് മാനേജ്മെന്റ് ചൂണ്ടിക്കാട്ടുന്നു.